ഹായ് ഹലോ, ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം വരെ പോവുകയാണ്. എന്താ അവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പോണ വഴിക്ക് മഴ പെയ്ത് തുറന്ന കാരണം കൊണ്ട് തന്നെ മരത്തിലൊക്കെ നിറയെ വെള്ളമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആശുട്ടിക്കിട്ട് ഒരു പണി കൊടുക്കുന്നത്. പക്ഷേ അവളെങ്ങനെയും രക്ഷപ്പെടാൻ നോക്കിയിരുന്നു. പക്ഷേ ഒരു വിധത്തിൽ ഞാൻ പിടിച്ചു നിർത്തി ചെയ്തപ്പോൾ അതങ്ങടെ ഈറ്റില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ വന്നേ പിന്നെയും നിർത്തി പിന്നെ ചെയ്തപ്പോൾ അതങ്ങടെ ഈറ്റു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, പിന്നെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പാലക്കാട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു കുളമുണ്ട്, ഒരു അമ്പലമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അതുപോലെ തന്നെയാണ് ഇവിടെയും എൻ്റെ പിന്നിൽ കാണുന്നതാണ് കേട്ടോ അമ്പലം. സോ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ഈ സൈഡിലുള്ള വഴി കൂടെയാണ് ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി, അതുപോലെ തന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, ക്യാമറയല്ല മുന്നിൽ പോകേണ്ടത്, ഞാനാണ് മുന്നിൽ പോകേണ്ടത്. ഇവിടെ ഉള്ളവരൊക്കെ ഈ സ്ഥലത്തിന് ആശുപത്രി പറമ്പ് എന്നാണ് പറയാറ്. ഈ കാണുന്നതാണ് ആയുർവേദ ഡിസ്പെൻസറി, അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് ഇവിടെ ഈ ഒരു കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വിശാലമായിട്ടുള്ള മൈതാനമായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടനൊക്കെ പറയാറുണ്ട് അവരൊക്കെ ഇവിടെയാണ് പന്ത് കളിക്കാൻ വന്നിരുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഇല പൊട്ടിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്, ഞാവൽ മരം. അതിൻ്റെ ചുവട്ടിൽ നിറയെ ഞാവൽ പഴങ്ങൾ വീണ് കിടക്കണം കേട്ടോ. അത് പെറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു ഇല പൊട്ടിച്ചത്. എല്ലാവർക്കും ഞാവൽ പഴങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ആശുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കൊടുക്കാം, നമുക്കും കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളത് കാണിച്ചൊന്ന് കൊതിപ്പിക്കുകയും കൂടെ ചെയ്യാമല്ലോ. നമ്മുടെ ആശുട്ടിക്ക് കളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഒരു ചെറിയ പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവൾ അതിൻ്റെ പിന്നാലെയാണ്, ഞാനാണെങ്കിൽ ഞാവൽപ്പഴത്തിൻ്റെ പിന്നാലെയും. കളർ വന്നാ ആശുട്ടി നാക്കിൽ കളർ വന്നോ നോക്കാട്ടാ. ആശുട്ടി നാക്ക് കാണിച്ചെടുത്ത നോക്കട്ടെ, നാക്ക് കാണിച്ചേ. നമ്മൾ ഞാവൽപ്പഴം കഴിച്ചില്ലേ? അപ്പോൾ ഞാവൽപ്പഴമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ പാൽസർബത്തിൻ്റെ കാര്യം, അത് ആദ്യം ഒന്ന് ജാടിട്ടുന്നുണ്ടെങ്കിലും എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാൽസർബത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ പോണ ഒരു വീഡിയോ ഞാൻ ഇനി ഇടാം. കാരണം പാൽസർബത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാർക്ക്, പാലക്കാട്ടുകാർക്ക് അധികം പരിചിതമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.